ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ രാവിലെ ആദ്യം സ്കൂളിൽ വിട്ടതിന് ശേഷം ചേട്ടൻ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പിറകെയാണ് കേട്ടോ ചേട്ടൻ ഇറങ്ങിയത്. പിന്നെ എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ആ കൂട്ടത്തിൽ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റിന് കുറച്ച് പണിയുണ്ട് ഗൈസ്. ഹെഡ്ലൈറ്റ് അടിച്ച് പോയി. അപ്പോൾ പിന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിച്ചപ്പോൾ 4500 5000 രൂപ അടുപ്പിച്ചാവുമെന്ന് പറഞ്ഞു പുതിയത് വയ്ക്കണമെങ്കിൽ. അപ്പോൾ പിന്നെ അതിപ്പോൾ വയ്ക്കാൻ സാഹചര്യം മോശമായതുകൊണ്ട് ബഡ്ജറ്റ് കമ്മിയായതുകൊണ്ട് ചേട്ടൻ ചെറിയൊരു എമൗണ്ടിൽ നമുക്കത് സെറ്റാക്കി എടുക്കാമെന്ന് പറഞ്ഞാൽ ചേട്ടൻ പോയിട്ട് വരും. ആ സമയത്ത് തന്നെ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. പാത്രമൊക്കെ കഴുകി തൂത്തൊക്കെ വാരി ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ മാറ്റിയ സാധനങ്ങളെല്ലാം കൊണ്ട് എൻ്റെ കയ്യിൽ തന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ടിരുന്ന സമയത്ത് ചേട്ടൻ തന്നെ അതിനെ പോയി വിളിച്ചിട്ട് വന്നു. അത് സ്കൂളിൽ പോയിട്ട് വന്ന സമയത്ത് ഒരുമാതിരി വയ്യ എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. രാവിലെ തന്നെ അതിന് വയ്യാത്ത ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വീട്ടിൽ നിർത്തണ്ട, ഇന്നങ്ങ് പറഞ്ഞു വിടാം, ഒട്ടും വൈകി നാളെ സ്കൂളിൽ വിടണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ജലദോഷം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര നിർബന്ധവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് വാഴയ്ക്കപ്പം ഉണ്ടാക്കി ചായയൊക്കെ ഇട്ട് കൊടുക്കാമെന്ന്. പെട്ടെന്ന് വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടി പഴമൊക്കെ അരിഞ്ഞ സമയത്ത് പിന്നെ അതിന് പഴം വേണമെന്ന് പറഞ്ഞു. പിന്നെ അതിൽ നിന്ന് ഞാൻ പഴം ഒരെണ്ണം എടുത്ത് കൊടുത്ത് അതൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ആ മാവൊക്കെ എടുത്ത സമയത്ത് അത് തന്നെ പറഞ്ഞു ഞാൻ തന്നെ കുഴച്ച് തരാം, അമ്മ കുഴച്ച് തരണ്ട എന്നൊക്കെ പറഞ്ഞു. അതും തന്നെ മാവും കാര്യങ്ങളൊക്കെ കുഴച്ച് കേട്ടോ. അതിന് പിന്നെ പനിയൊക്കെ വന്നു കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ വയ്യാതായി കഴിഞ്ഞാൽ പിന്നെ ആളങ്ങ് സൈലൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷമവും കരച്ചിലും സങ്കടമൊക്കെയാണ് കേട്ടോ. എപ്പോഴും പിന്നെ ഭയങ്കര കരച്ചിലായിരിക്കും. ഞാൻ വിചാരിച്ചിട്ട് കരയിപ്പിക്കേണ്ട, അവൾ തന്നെ എല്ലാം ചെയ്ത് തരട്ടേന്ന്. അങ്ങനെ പിന്നെ മാവൊക്കെ കുഴച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൾക്ക് വേണമെന്ന് പറഞ്ഞു. പിന്നെ അവൾ തന്നെ മാവും കാര്യങ്ങളൊക്കെ കുഴച്ച് തന്നു കേട്ടോ എനിക്ക്. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ എണ്ണയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ട് പെട്ടെന്ന് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. നമ്മളിവിടെ വാഴയ്ക്കപ്പം ഒന്നാണ് കേട്ടോ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാഴയ്ക്കപ്പം പഴംപൊരി എന്നൊക്കെ പറയുന്നത്. പിന്നെ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങളത് ആ ടി വി ഒക്കെ കണ്ടിരുന്ന് ചേട്ടന് ചായയും കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങളിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.